ഹലോ എവ്രി വൺ. നമ്മുടെ മോഡ്യൂൾ 3യിൽ കുറച്ച് തിയറി പോർഷൻ പഠിപ്പിക്കാനുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇസ് പാപ്പസ് ആൻഡ് ഗൾഡിനസ് തിയറം. So Pappus and Guldinus are theorem. It is two important theorems developed by Greek scientist Pappus and Swiss mathematician Guldinus. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഡെവലപ്പ് ചെയ്ത തിയറമാണ് പാപ്പസ് ആൻഡ് ഗൾഡിനസ് തിയറം. അതിനകത്ത് ഫസ്റ്റ് തിയറം is to compute the area of a surface of revolution and theorem 2 is to compute the volume of a body of revolution. ഓക്കെ, അപ്പോൾ തിയറം 1 എന്താണ് പറയുന്നത്? ഒരു റിവോൾവ് ചെയ്യുന്ന ഒരു സർഫസിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ റിവോൾവ് ചെയ്യുന്ന ഒരു സർഫസിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഈ തിയറം പറയുന്നത്. A surface of revolution can be defined as a surface which is generated by rotating a plane curve about a fixed axis in the plane of the curve. ഒരു പ്ലെയിൻ കർവ് ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സർഫസിനെയാണ് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എ ബി എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇത് ഒരു ഇമാജിനറി ഫിക്സഡ് ആക്സിസ് ആണ്. അപ്പോൾ ഈ ഫിക്സഡ് ആക്സിസിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഈ എ ബിനെ ഫിക്സഡ് ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സർഫസ് എന്തായിരിക്കും? ഇതുപോലെ ഒരു സിലിണ്ട്രിക്കൽ സർഫസ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെ? സിലിണ്ട്രിക്കൽ സർഫസ് ഓഫ് റേഡിയസ് ആർ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് നോക്കിക്കേ, ഒരു സെമി സർക്കിളാണ്. ഇങ്ങനെ ഒരു സെമി സർക്കുലർ സ്ട്രിങ്, അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ റിസൾട്ടിങ് സർഫസ് എങ്ങനെയായിരിക്കും? നമുക്ക് ഇങ്ങനൊരു സർക്കിൾ അല്ലെങ്കിൽ ഒരു സ്ഫിയർ ആയിരിക്കും കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് പാപ്പസ് ആൻഡ് ഗൾഡിനസ് തിയറത്തിൻ്റെ ഫസ്റ്റ് തിയറം പറയുന്നത്. From the figure it can be seen that the curved surface of a cylinder can be obtained by rotating a straight line AB about a fixed axis. The distance of the line from the fixed axis will be the radius of the resulting cylinder. Similarly, the curved surface of a sphere can be obtained by rotating a semicircular arc about a fixed axis. നേരത്തെ കണ്ട അതേ ഫിഗർ തന്നെയാണ്. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഈ ഫിക്സഡ് ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫിക്സഡ് ഡിസ്റ്റൻസ് എത്രയാണോ ആ ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ കിട്ടുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആർക്ക് നമ്മൾ ഈ ഫിക്സഡ് ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ കിട്ടുന്നു. A body of revolution can be defined as a body which is generated by rotating plane area about a fixed axis in the plane of the area. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു സ്ട്രെയിറ്റ് ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ പറയുന്നത് ഒരു പ്ലെയിൻ ഏരിയ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യമാണ്. So instead of rotating a line, if we rotate a rectangle of base r about a fixed axis, then we will get a cylinder of radius r. അപ്പോൾ നമ്മളൊരു ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിൾ ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? വി വിൽ ഗെറ്റ് എ സോളിഡ് സിലിണ്ടർ ഓഫ് റേഡിയസ് ആർ. ഇഫ് യു റൊട്ടേറ്റ് എ സെമി സർക്കിൾ ലാമിന ഓഫ് റേഡിയസ് ആർ അബൌട്ട് എ ഫിക്സഡ് ആക്സിസ്, ദ റിസൾട്ടിംഗ് സോളിഡ് വിൽ ബി എ സ്ഫിയർ. അപ്പോൾ ഈ രണ്ട് കേസിലും നമുക്ക് കിട്ടുന്നത് ഒരു സോളിഡ് സിലിണ്ടറും സോളിഡ് സ്ഫിയറും ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തത് ഒരു ലൈനാണ് എങ്കിൽ ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതായത് ഒരു റെക്റ്റാങ്കുലർ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു സെമി സർക്കുലർ പ്ലേറ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു സോളിഡ് സിലിണ്ടർ അല്ലെങ്കിൽ ഒരു സോളിഡ് സ്ഫിയർ ആയിരിക്കും. സോ ഫൈനലി തിയറം 1 എങ്ങനെയാണ് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഏരിയ ഓഫ് എ സർഫസ് ഓഫ് റെവല്യൂഷൻ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ജനറേറ്റിംഗ് കർവ് ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദ കർവ് വൈൽ ദ സർഫസ് ഇസ് ബീങ് ജനറേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഏരിയ ഓഫ് എ സർഫസ് ഓഫ് റെവല്യൂഷൻ, ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന ഒരു സർഫസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ജനറേറ്റിംഗ് കർവ്. നമ്മൾ ഏത് കർവ് ആണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ലെങ്തും ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദ കർവ്, ആ റൊട്ടേറ്റ് ചെയ്യുന്ന കർവിൻ്റെ സെൻട്രോയിഡ് എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു, ഈ രണ്ട് വാല്യൂവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന അതിൻ്റെ പ്രോഡക്റ്റ് ആണ് area of the surface of revolution. ഒന്നുകൂടെ വായിക്കാം. It states that the first theorem states that the area of a surface of revolution is the product of the length of the generating curve and the distance traveled by the centroid of the curve while the surface is being generated. ഇനി അതിൻ്റെ പ്രൂഫ് ആണ് പറയാൻ പോകുന്നത്. Consider a plane curve of AB of length L which is revolved about an axis OO. Figure
Let dl be a small portion of the curve at a distance y from the axis of rotation. Okay. സോ ലെങ്ത് എൽ ഉള്ളൊരു കർവാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു ചെറിയ പോർഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡി എൽ. ദാറ്റ് ഡി എൽ ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് വൈ ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. The area generated by the element dl is given by 2 pi y into dl. അപ്പോൾ നമ്മൾ ആ ചെറിയ എലമെൻറ്റിൻ്റെ മാത്രം ഏരിയ ആണ് ഇവിടെ പറയുന്നത്. ഏരിയ ജനറേറ്റഡ് ബൈ ദ സ്മോൾ എലമെൻറ്റ് ഡി എൽ. ഈ ഡി എൽ ഡി എ എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മളൊരു വലിയ സർഫസിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുക്കുമ്പോൾ അതിനെയാണ് അതിൻ്റെ ലെങ്തിനെയും ഏരിയയൊക്കെയാണ് പറയുന്നത്. സോ ഈ ഡി എൽ എന്ന് പറയുന്ന ചെറിയ ഏരിയ ഡെവലപ്പ് ചെയ്യുന്ന ഏരിയ ജനറേറ്റ് ചെയ്യുന്ന ഏരിയ ഡി എ വിൽ ബി ഈക്വൽ ടു 2 pi y ഇൻറ്റു ഡി എൽ. 2 pi y എന്താണ്? y is the ഫിഗർ നോക്കിക്കേ. ആ ഡി എൽ എന്ന് പറയുന്ന എലമെൻറ്റിന് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് y എന്ന് പറയുന്നത്. സോ 2 pi y എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡി എൽ എന്ന് പറയുന്ന എലമെൻറ്റ് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 2 pi y. സോ 2 pi y ഇൻറ്റു ലെങ്ത് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഡി എൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മാത്രം ഏരിയ കിട്ടുന്നത്. സോ ഡി എ ഇസ് ഈക്വൽ ടു 2 pi y ഇൻറ്റു ഡി എൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ എൻറ്റയർ ഏരിയ ജനറേറ്റഡ് ബൈ ദ കർവ് എ ബി, ആ എ ബി എന്ന് പറയുന്ന കർവ് ജനറേറ്റ് ചെയ്യുന്ന ഫുൾ ഏരിയ നമ്മളിപ്പോൾ ഒരു ചെറിയ എലമെൻറ്റിൻ്റെ ഏരിയയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ഹോൾ കർവ് ജനറേറ്റ് ചെയ്യുന്ന ഫുൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എ. ആ ചെറിയ എലമെൻറ്റിൻ്റെ ഏരിയനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ആ ടോട്ടൽ ഏരിയ. സോ എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എ. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡി എ നമ്മൾ കണ്ടുപിടിച്ചു 2 pi y ഇൻറ്റു ഡി എൽ. അതിൽ 2 pi കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം. 2 pi ഇൻറ്റു ഇൻ്റഗ്രൽ y ഡി എൽ. ഇൻ്റഗ്രൽ y ഡി എൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൽ ഇൻറ്റു വൈ ബാർ. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കർവും y ബാർ എന്ന് പറയുന്നത് എന്താണ്? ആ കർവിൻ്റെ സെൻട്രോയിഡിൻ്റെ ഡിസ്റ്റൻസ് ആണ് y ബാർ എന്ന് പറയുന്നത്. സോ ടോട്ടൽ ഏരിയ വിൽ ബി ഈസ് ഈക്വൽ ടു 2 pi y ബാർ ഇൻറ്റു എൽ. ഇൻ്റഗ്രൽ വൈ ഡി എൽ നമുക്കറിയാം എൽ വൈ ബാർ ആണെന്ന്. അതങ്ങനെയാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ വരുന്നത്. 2 pi എൽ വൈ ബാർ, ദാറ്റ് ഈസ് 2 pi y ബാർ ഇൻറ്റു എൽ. Therefore, area of revolution is equal to distance travelled by the centroid 2 pi y bar. സെൻട്രോയിഡ് മൂവ് ചെയ്യുന്ന ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സെൻട്രോയിഡ് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 2 pi y bar ഇൻറ്റു ലെങ്ത് ഓഫ് ദ കർവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ഏരിയ ഓഫ് റെവല്യൂഷൻ. ആ റിവോൾവ് ചെയ്ത ടോട്ടൽ ഏരിയ കിട്ടാനായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ കർവ് ചെയ്താൽ മതിയാവും. അതിൻ്റെ പ്രൂഫാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ എ ഇസ് ഈക്വൽ ടു 2 pi y bar into L. Now theorem 2, it states that the volume of a body of revolution is the product of the area of the generating plane and the distance travelled by the centroid of the area while the body is being generated. അപ്പോൾ ഫസ്റ്റ് തിയറം പറഞ്ഞത് ഏരിയയെക്കുറിച്ചാണെങ്കിൽ സെക്കൻഡ് തിയറം പറയുന്നത് വോളിയത്തിനെ കുറിച്ചാണ്. വോളിയം ഓഫ് എ ബോഡി ഓഫ് റെവല്യൂഷൻ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഏരിയ ഓഫ് ദ ജനറേറ്റിംഗ് പ്ലെയിൻ ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദ ഏരിയ. അപ്പോൾ ഒരു ജനറേറ്റിംഗ് പ്ലെയിനിൻ്റെ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് ആണ് വോളിയം ഓഫ് എ ബോഡി ഓഫ് റെവല്യൂഷൻ. അതിൻ്റെ പ്രൂഫാണ് പറയുന്നത്. കൺസിഡർ എ പ്ലെയിൻ ഏരിയ എ ബി സി ഡി ഓഫ് ഏരിയ എ വിച്ച് ഇസ് റിവോൾവ്ഡ് അബൌട്ട് ആൻ ആക്സിസ് ഒ ഒ ആസ് ഷോൺ ഇൻ ഫിഗർ. ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നതാണ് ഏരിയ ഓഫ് ഇസ് എ സർഫസ് ഓഫ് ഏരിയ ക്യാപിറ്റൽ എ. ഇറ്റ് ഈസ് റിവോൾവ്ഡ് അബൌട്ട് ആൻ ആക്സിസ് ഒ ഒ ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതാണ് നമ്മുടെ ആക്സിസ്. ആ ആക്സിസിന് അബൌട്ടായിട്ട് ഈ പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യുവാണ്. ഓക്കെ, നൗ വോളിയം ഓഫ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ റെവല്യൂഷൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി വി. നേരത്തെ നമ്മൾ ഏരിയ ഇൻ്റഗ്രൽ ഡി എ എടുത്ത പോലെ തന്നെയാണ് ഇവിടെ ഇൻ്റഗ്രൽ ഡി വി. ഡി വി എന്താണ്? നമ്മൾ ഇവിടെ കാണുന്ന ഇവിടെ നമ്മളൊരു ചെറിയ ഏരിയ എടുത്തിട്ട് ആ ഏരിയയാണ് ഡി എ, അതിൻ്റെ വോളിയമാണ് ഡി വി. അപ്പോൾ ഒരു ചെറിയ ഏരിയയുടെ വോളിയം ഡി വി ആണെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് റെവല്യൂഷൻ വിൽ ബി ഇൻ്റഗ്രൽ ഡി വി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 pi y ഇൻറ്റു ഡി എ. അതിനകത്ത് 2 pi കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുക്കുന്നു. സോ 2 pi ഇൻറ്റു ഇൻ്റഗ്രൽ വൈ ഡി എ. നേരത്തെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ തന്നെ 2 pi ഇൻറ്റു എ വൈ ബാർ. ഇൻ്റഗ്രൽ വൈ ഡി എന്നതാണ് പറയുന്നതാണ് എ വൈ ബാർ. That is 2 pi y bar into a. That is volume of revolution is equal to distance travelled by the centroid, which is 2 pi y bar into area of the plane A.
that is V is equal to 2 pi y bar into A. So ഇത് രണ്ടുമാണ് Pappus Guldinus theorems. ഇനി നമുക്ക് ഒരു 3 ടേംസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് is radius of gyration. Radius of gyration of an area is the distance from a reference axis where the entire area can be assumed to be concentrated such that the moment of inertia is not changed about a given axis. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു എലമെന്റ് കൺസിഡർ ചെയ്യുന്നു. ആ എലമെന്റിന് എബൌട്ട് എ ബി എന്ന് പറയുന്ന ആക്സിസുമായിട്ട് ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആ എലമെന്റിന്റെ ഏരിയ മൊത്തം ഒരു ചെറിയ പോർഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അസ്യൂം ചെയ്യണമെങ്കിൽ ആ ഏരിയയ്ക്ക് റെഫറൻസ് ആക്സിസിൽ നിന്ന് എന്തുമാത്രം ഡിസ്റ്റൻസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ അതിൻ്റെ ഇനീഷ്യൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ചേഞ്ച് ആകാതെ ഇരിക്കും. ആ ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. Radius of gyration of an area is the distance from a reference axis where the entire area can be assumed to be concentrated such that the moment of inertia is not changed about the given axis. അപ്പോൾ ഒരു വലിയ ഏരിയ ആയിരുന്നു. ആ ഏരിയനെ നമ്മളൊരു ചെറിയ സ്ട്രിപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ അത് ഈ എ ബി എന്ന് പറയുന്ന ആക്സിസിൽ നിന്ന് എന്തുമാത്രം ഡിസ്റ്റൻസിൽ നമ്മൾ അത് വെച്ചാൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ചേഞ്ച് ആകാതെ ഇരിക്കും. ആ ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. Consider an area A having a moment of inertia I about a reference axis AB as shown in the previous figure. If the complete area is squeezed to a thin strip and placed at a distance parallel to the axis AB for obtaining the same moment of inertia, that distance is known as radius of gyration. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. Mathematically, moment of inertia can be written as I is equal to A into K square, where K is the radius of gyration, that is K is equal to root of I by A, where I is the moment of inertia and A is the area of the surface. Now another term, polar moment of inertia. The moment of inertia about an axis perpendicular to the plane of the area is called polar moment of inertia. അപ്പോൾ moment of inertia about an axis perpendicular to the plane of the area. ഒരു ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന് അബൌട്ടായിട്ട് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതായത് ഒരു ഫ്ലാറ്റ് ഏരിയ ആണ് എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയറക്ഷൻ അബൌട്ടായിട്ട് മൊമെന്റ് എടുക്കുകയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എയ്തർ ബൈ ജെ ഓർ ഐ ഇസഡ്. മാത്തമാറ്റിക്കലി ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. നമ്മൾ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന 3 ആക്സിസ് സങ്കല്പിക്കുക. അതിനകത്ത് ഐ എക്സും ഐ വൈയും നമുക്കറിയാമെങ്കിൽ ഐ ഇസഡ് മൂന്നാമത്തെ ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണമെങ്കിൽ ഐ എക്സും ഐ വൈയും കൂടെ ആഡ് ചെയ്താൽ മതിയാവും. ആ മൂന്നാമത്തെ ആക്സിസിന് അബൌട്ടായിട്ട് എടുക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ വിളിക്കുന്ന പേരാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. See the figure. The figure moment of inertia about the axis perpendicular to the plane of the sheet. നമ്മൾ ഈ കാണുന്ന ഈ പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് നമ്മുടെ മുഖത്തിന് നേരെ വരുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ട് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. Now one more term, mass moment of inertia. Mass moment of inertia of a body is defined as the product of the mass and square of the distance between the mass center of the body and the axis. Consider a body of mass m rotated about an axis AA as shown in figure. Figure നോക്കുക. മാസ് എം ഉള്ളൊരു ബോഡിയാണ്. അത് എ എന്ന ആക്സിസിന് അബൌട്ടായിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. കൺസിഡർ ആൻ എലമെന്ററി മാസ് ഡി എം അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ആക്സിസ് എ എ. അപ്പോൾ ഈ വലിയ മാസിൻ്റെ അകത്തൊരു ചെറിയ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനെ ഡി എം മാസുള്ള ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിന് ഈ ആക്സിസിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് ഉണ്ടെന്നിരിക്കട്ടെ. Then mass moment of inertia of this elementary mass about AA di is equal to. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ മാസിൻ്റെ മാത്രം മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ഡി ഐ എന്ന് വിളിക്കും. സോ എ എന്ന ആക്സിസിന് അബൌട്ടായിട്ട് ആ ചെറിയ മാസ് ഡി എമ്മിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡി ഐ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഡി എം. ഇതിൻ്റെ മാസ് ഇൻറ്റു ആർ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ചെറിയ മാസിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എ കിട്ടും.
അങ്ങനെയാണ് എങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ എൻറ്റയർ മാസ് അബൌട്ട് എ വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ഐ ഓർ ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയ പോർഷനെ എടുത്തിട്ട് അതിനെ ഒരു വലിയ പോർഷന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കാനായിട്ടാണ് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡി എം എന്ന് പറയുന്ന ചെറിയ പോർഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആദ്യം എടുത്തു, എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഹോൾ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എയെ കണ്ടുപിടിച്ചു. സോ IAA is equal to integral r square dm. Unit of mass moment of inertia is kilogram meter square. Thank you.